ഹായ് ഗൈസ്, ഞാൻ ഹുസൈൻ അരീക്കോട്. ഞാൻ കഴിഞ്ഞ മാസം റീലിട്ടിരുന്നല്ലോ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് പോളിനേഷൻ ചെയ്ത് കൊടുത്താലുള്ള മാറ്റം, ഫ്രൂട്ടിൽ നല്ല സൈസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ റീൽസായിട്ട് ഇട്ടിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തുടർച്ച നിലക്ക് ആ പോളിനേഷൻ ചെയ്തതും രണ്ട് പൂവ് അടുത്തടുത്ത ദിവസങ്ങളാണ് ഉണ്ടായത്. ആദ്യം ദിവസം ഉണ്ടായ പൂവിൽ ഞാൻ അത് ഇതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുത്തു. അതായത് ആ പൂവും പൊടി ഒരു ബ്രഷ് എടുത്തിട്ട് ആ പെൺപൂവിൻ്റെ ഇതിലേക്ക് തട്ടിക്കൊടുത്തു. രണ്ടാമത് ദിവസം ഉണ്ടായ പൂവിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ രണ്ട് ഫ്രൂട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു 400 ഗ്രാമൊക്കെ കിട്ടുന്നൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 600-700 ഗ്രാം വരെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിൽ രണ്ട് ഫ്രൂട്ട് കാണിക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട് നമ്മൾ പോളിനേഷൻ ചെയ്തത്, ഇത് പോളിനേഷൻ ചെയ്യാത്തത്. അത് തമ്മിലുള്ള വ്യത്യാസം നോക്കി. രണ്ടും ഇത് ഉണ്ടായിട്ടുള്ളത് ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ. ഒരേ ചെടിയിലാണ്, ഒരേ വളം കൊടുത്തതാണ്, ഒരേ വെയിലുള്ള ഒരേ ചെടിയിലുണ്ടായ രണ്ട് ഫ്രൂട്ടാണ്. പോളിനേഷൻ ചെയ്തതും പോളിനേഷൻ ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധിക്കുന്ന ആളുകൾ കയ്യെത്തുന്ന ദൂരത്തൊക്കെ ആണെങ്കിൽ, രാത്രി നമുക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. രാത്രി 8 മണി, ഒരു 9 മണിയാകുമ്പോൾ പൂവ് വിരിയും. രാവിലെ ഒരു 7 മണി 7 മണിയാകുമ്പോൾ പൂവ് വാടിപ്പോവും. അപ്പോൾ നമുക്ക് രാത്രി കിട്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കും.